അവൻ പറഞ്ഞതാ വരണ്ടെന്ന്. അയ്യോ, ഒന്നുമില്ലല്ലേ. പട്ടിയുടെയൊക്കെ മകനതുപോലെ തിരികെ കയറ്റി കൊടുക്കാനുള്ളത്. ആരുമില്ലല്ലോ പുറകില്. പട്ടി എന്നാണോ? മയിലേ പോ. പുറകെ വരുമോ? ചാത്തോ, മാടോ, എന്നാ ഉണ്ട് രാത്രി വിശേഷങ്ങൾ? രാത്രി എന്നാ വിശേഷമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എടാ, ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിക്കും ഇന്നോട് കാര്യം ചോദിക്കാനായിട്ട്. എന്നാ ഇതെന്റെ ഈ ചങ്ങലമാടൻ എന്ന് പറയുന്ന സംഭവം കണക്ട് ആകുന്നില്ല. ഞങ്ങളുമാരുടെ കേസല്ലേ? എടാ, അത് ഞങ്ങളെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം ഇത് കേക്ക്. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഉള്ള ഒരു സമ്പ്രദായം ഇത്. ആണോ? ഈ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ചങ്ങല പിടിച്ചോണ്ട് ഇങ്ങനെ കറക്കി കറക്കി ചുമ്മാ കറക്കൊണ്ട് പോവാ. മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് മനുഷ്യന്റെ നിഴലിട്ടുണ്ടല്ലോ ഒരൊറ്റ കീച്ച. ഒറ്റ കീച്ചാലേ? ഒരെണ്ണ തന്നെ ഈ മനുഷ്യൻ ഉണ്ടല്ലോ വെട്ടിയിട്ട വറക്കണ പോലെ കമത്തടിച്ച് കിടക്കും. അത് കൊള്ളാം. എന്നിട്ട് ചങ്ങല എന്തി? അതൊന്നും പറയണ്ട. ഇന്നലെ തെങ്ങണയിലായിരുന്നു ഡ്യൂട്ടി. ഇന്നലെ 2:45 ഒരു മനുഷ്യനെ കണ്ട്, ഇത് കേക്ക്, ഒരു മനുഷ്യനെ കണ്ട് അടിക്കാൻ വേണ്ടി ചുഴറ്റി എടുക്കുകയും ഈ കോപ്പ് കയറി ലൈംഗമ്പേ കയറി ഉടക്കിയിരുന്നു. ഒറ്റ അഴി അടിച്ചിട്ട് എന്റെ മൂക്കിൽ നിന്ന് വാങ്ങിയില്ല പുക വരുമായിരുന്നു. ഒരു വിധത്തില ഞാൻ അറിഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം നീലി ഇതിലെ വന്നായിരുന്നു. നീലി പറഞ്ഞു മാടർ അടിച്ച് കിടപ്പുണ്ട്. ഓർത്ത് പറയുന്നത് അതാണ്. ഓരോക്കെ എന്നാ വേദനയാന്നറിയാവോ? ദൈവമേ. അല്ല, നിനക്ക് ഈ ചാത്തെന്നുള്ള പേര് വരാൻ കാരണം എന്നാ? അത് ഭയങ്കര രസമല്ലേ? എടാ, നിന്റെ അപ്പൂപ്പനെ പോലെ എനിക്കും ഇല്ല അപ്പൂപ്പൻ. എന്റെ അപ്പൂപ്പൻ ഇതുപോലെ പേരിടാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് നോക്കിയത്. അവസാനം പേരൊന്നും കിട്ടിയില്ല, വർക്കത്തുള്ള പേരൊന്നും കിട്ടിയില്ല. അപ്പൊ ഏതോ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഏതൊരു ഒരു ചാത്തൻ പേരിടാൻ. ചാത്തൻ പേര് അപ്പൊ ഇട്ട പേരാ ചാത്തൻ. അവര് തന്നെ ഇട്ട് എന്നാ ചാത്തൻ എന്നാ കാക്കിയ. കൊള്ളാം. ഞങ്ങളിത് ഇങ്ങനെ പാത്തിരുന്നിട്ട് ഈ രാത്രിയിൽ വരുന്ന ആൾക്കാരെ കൊണ്ട് പാത്തിന് ഒറ്റ കയറാ. പുറകോട്ട് നോക്കുമ്പോ ആരെയും കാണുന്നില്ല. നല്ല രസമായിരിക്കും. എന്നാ സുഖമാണെന്നറിയാം. പേടിയാ. ആരാ? മനുഷ്യന്മാരാണോ? മനുഷ്യന്മാരാണേ. മനുഷ്യന്മാരായിരുന്നല്ലേ? എവിടെ പോയി പാതിരാത്രി? ചേട്ടാ, എനിക്കൊരു വർക്കുണ്ടായിരുന്നു. അല്ല ചേട്ടാ, ഇവിടെ മണ്ണാങ്കോലക്കുള്ള ബസ് പോയാ? ബസ്സോ? ഈ സമയത്തോ? ബസ്സില്ലല്ലേ? ബസ്സും പോയി, ഓട്ടോയും ഇല്ല. ഇനി ഒരു സൈക്കിൾ പോലും ഇവിടുന്ന് കിട്ടത്തില്ല. 6 മണിക്ക് കിട്ടുമ്പോ. ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. ചേട്ടാ, ആ വളവുണ്ടോ? ആ വളവ് കഴിയുന്നോടം വരെ എനിക്കൊരു സമാധാനമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ഒന്ന് പോണം. വീട്ടിൽ പോയാ പോരാ നിനക്ക്? ഒരു കാര്യം നീ ഉണ്ടാക്കും. ചേട്ടാ, എന്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഉണ്ടോ? പക്ഷെ അവൻ ഫോൺ എടുത്തിട്ട് പിന്നെ ഇതുവരെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അതാണ്. ഞാൻ റീച്ച് കൊടുക്കട്ടെ? ചുമ്മാ ഇനി വല്ലതും കഴിക്കായിരുന്നു? കഴിച്ച് വിശപ്പൊന്നുമില്ലാട്ടാ. ചേട്ടാ, മോശം പറയല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. സംഭവം എന്താന്ന് വെച്ചാല്, ആ വളവിന്റെ അവിടെ മാടനും ചാത്തനും ഒക്കെ ഉണ്ട്. നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ പൊന്നേട്ടാ, നിങ്ങള് തമാശ എടുക്കല്ലേ? ഉള്ള കാര്യം ഞാൻ പറയാ. ഈ മാടൻ എന്ന് പറഞ്ഞ ആളാരാന്നറിയോ? ഇല്ല ചേട്ടാ, ഒരു 6 അടി പൊക്കം. എത്ര? ഒരു 6 അടി പൊക്കമുണ്ട്. ഈ വണ്ണമുണ്ട് കൈക്കും കാലിനും ഒക്കെ. ആണോ? ണ്ടോ ചേട്ടാ, തമാശയോട് അതെങ്ങാണോ അടിച്ചാലുണ്ടല്ലോ, പിന്നെ നമ്മള് ജന്മത്തെ നമ്മൾ കിടക്കത്തില്ല, ഉറപ്പ്. ചേട്ടാ, മാടൻ അടിച്ചിട്ട് നടക്കാത്ത ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ അടുത്തുണ്ടെന്ന്. പിന്നെ മാടൻ അടിക്കും. നിങ്ങൾ വേണം വിശ്വസിച്ചാ മതി. അത് മാത്രമല്ല, ചാത്തനുണ്ട്. ചാത്തൻ എങ്ങനാന്നറിയോ? ചാത്തനൊരു 7.5 അടി പൊക്കമുണ്ട്. മുടിതണ്ടി ഇത്രയുണ്ട്. മാത്രമല്ല, ചാത്തനൊരു ഏറെറി. ഏറെന്ന് പറഞ്ഞാണല്ലോ ഇഷ്ടിയെ കൊച്ചു ഒറ്റ ഏറ്. ആ ഏറ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ കിടന്നവൻ. പിന്നെ എറിയും. ചേട്ടാ, അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്തിനു പേടി? അല്ല, പേടിയില്ല, ചെറിയൊരു ഭയമുണ്ട്. ഭയമുണ്ടല്ലോ. എന്തിനാ കുഞ്ഞെ വെറുതെ എങ്ങനെ പേടിക്കുന്നു? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കാം. അപ്പൊ നിങ്ങളുണ്ടല്ലോ, അപ്പൊ എനിക്കൊരു ആശ്വാസം. ഞങ്ങളിങ്ങനെ പേടിച്ച് അവൻ വരുന്നോടം വരെ നിങ്ങൾ എന്റെ കൂടെ കാണും. പിന്നെ ഒപ്പം കൊണ്ട് ഞങ്ങൾ. ചേട്ടാ, വേറൊരു കാര്യം കൊണ്ടുണ്ട്. മറതിന്ന് കേട്ടിട്ടില്ലേ?
മറുത എങ്ങനെയാണെന്നറിയോ? ആ. പനങ്കൊല പോലത്തെ മുടി, ആ. ഒരു പനയുടെ വലിപ്പമുണ്ട്. ഓ. മറുത ഒന്ന് കവച്ച് നിന്നോണ്ടല്ലോ. 4 കാലം പോസ്റ്റിൽ എത്ര ഉണ്ടെന്ന്. ആ അതുകൊണ്ട് എനിക്ക് പേടിയാട്ടാ. എന്തായാലും ഞാൻ നിങ്ങളോട് കുറച്ച് നേരം അയക്കാം. ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. വണ്ടിയുടെ ശബ്ദം? ഒരു വണ്ടി വരുന്നുണ്ട്. വരുന്നുണ്ട്. പിന്നെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. എന്റെ ഊഹം ശരിയാ. എന്റെ കൂട്ടുകാരനത്. പിന്നെ അവിടെ നിൽക്കാല്ലേ പറഞ്ഞ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എടാ അവിടെ ഭയങ്കര മടുപ്പായിരുന്നു. അതാ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നടന്നു വന്നപ്പോ ഈ ചേട്ടന്മാരെ കണ്ടു. ഏത് ചേട്ടന്മാര്? ഏത് ചേട്ടന്മാര്? നീ കാണുന്നില്ലേ? നിനക്കെന്താ വട്ടാണോ? നീ വന്ന് കേറിക്ക്. ആര്? എടാ നിനക്കെന്താടാ ഭ്രാന്താ? നീ വന്ന് കേറിക്ക വണ്ടിയില്. നീ വന്ന് വണ്ടി കയറിക്കടാ. എന്നെ കൂടെ നീ പേടിപ്പിക്കാ. നീ ഒന്ന് എന്തോ ചേട്ടാ. ഞാൻ പറഞ്ഞല്ലേ ഒരു ഇയർ കൊടുക്കാന്ന്. ആ ചെറുക്കൻ ഒരു പാവാ. പക്ഷെ അവനെ വിളിച്ചോണ്ട് പോകാൻ വന്ന പയ്യനില്ലേ, അവന്റെ മുതുക് നോക്കി എനിക്കൊന്ന് ഞാൻ 2 പ്രാവശ്യം എന്നെ പിടിച്ചാണ്. പക്ഷെ എനിക്ക് ചങ്ങല ഇല്ലാതെ പോയില്ലേ. നിന്റെ ചങ്ങല ഇത് പിടിച്ചേ. ഇനി 2 ദിവസം ഇയർ കൊടുക്കും. ഇതുകൊണ്ട് എനിക്ക് ഒന്നാമത് ഉന്നയില്ല. ഇപ്പൊ സമയം എത്രയാന്ന് വെച്ചിട്ട് 3:30 കഴിഞ്ഞു. 3:30 എനിക്ക് പോകുന്ന നേരമായി. അതെ, നാളെ ഞാൻ കാണത്തില്ല. നാളെ നീ അവിടെ പോകും? നാളെ ഞങ്ങളുടെ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാടാ. നീ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യടാ. അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ നീ അവധി എടുക്കും. ഇല്ല, നാളെ അവധി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ 3 മണിയായില്ലേ. അപ്പൊ പങ്കജാസം വെട്ടാൻ വരും. ഞാൻ ഓടിക്കുന്ന ഇയർ കൊടുത്തിട്ട് ഞാൻ പോവാ. അവന്റെ കയ്യിൽ ഇരുമ്പുണ്ട്. അന്ന് വിട്ടു. ഓക്കെ ശരി.